പറഞ്ഞു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ അല്ലാഹു ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യട്ടെ. ഈ വിശുദ്ധ മാസം അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ. വളരെ ഗൗരവമായ ഒന്ന് രണ്ട് ആയത്തുകൾ, ഒന്ന് 21-ാമത്തെ ആയത്തും മറ്റൊന്ന് 22-ാമത്തെ ആയത്തും. എന്താ പടച്ചറപ്പ് പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. വിശ്വാസികളോട് പറയാണ്, ലാ തത്തബിഉ, നിങ്ങൾ ഒരിക്കലും പിൻപറ്റി പോകരുത്. ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ കാൽപ്പാട്. ഖുതുവാത്ത്, കാൽപ്പാട്. നമ്മൾ ഇങ്ങനെ നടന്നു പോയാൽ നമ്മൾ ആ നടന്നതിന്റെ കാൽപ്പാടുകൾ പിറകിൽ കാണാൻ സാധിക്കും. എത്ര മനോഹരമായ പ്രയോഗമാണ് ഖുർആൻ നടത്തുന്നത്. അല്ലാഹു നമുക്ക് ബോധം പ്രദാനം ചെയ്യട്ടെ. മുഫസ്സിരീങ്ങൾ ഈ വിഷയത്തെ വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്തു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചത്, മസാലികുഹു, പിശാച് പ്രവേശിക്കുന്ന പ്രവേശന ഇടങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. ഇമാം ഖുർത്തുബി തങ്ങൾ അതിനെ വിശദീകരിച്ചത്, പിശാചിലേക്ക് ഡയറക്റ്റായി പോകുന്നതിന്റെ പകരം പിശാച് വരാനുള്ള സാഹചര്യങ്ങളിലേക്ക് പോലും പോകരുത്. മഹാരഥനായ മുതവല്ലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാരഥൻ പറഞ്ഞത്, തെറ്റെന്ന് പറഞ്ഞാൽ പിശാചിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായി ബോധമുള്ളവർ പോകൂല. കാരണം യാ അയ്യുഹല്ലദീന ആമനൂ. പക്ഷെ നമ്മളിൽ പലപ്പോഴും സംഭവിക്കൽ, ആ പിശാചുള്ള റൂമിന്റെ ജനൽപാളിയുടെ അടുക്കിലേക്ക് നമ്മൾ പോകും. അത് ഒന്നാമത്തൊരു ചവിട്ടടിയാണ്. അപ്പൊ അവിടെ നിന്നൊരു കാറ്റ് നമ്മുടെ ശരീരത്തിൽ വരും. അത് രണ്ടാമത്തെ ചവിട്ടടിയായി. പിന്നെയോ നമ്മൾ ആ തെറ്റിലേക്ക് വീണുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിലും ഇസ്ലാമിന്റെ ഒരു രീതി ശാസ്ത്രം എന്തെന്ന് ചോദിച്ചാൽ, മായൂസിലു ഇലൽ ഹറാമി ഹറാം, ഹറാമിലേക്ക് എത്തിക്കുന്ന ഒന്ന്, അത് തുടങ്ങൽ തന്നെ ഹറാമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ഡിവൈസ്, ഒരു ഉപകരണം, അത് മിക്കവാറും എന്നെ തെറ്റിലേക്ക് എത്തിക്കും. ഹറാമിലേക്ക് എത്തിക്കുന്ന ഒന്നാണെങ്കിൽ ഇനി എത്തിക്കേണ്ടതില്ല, അതിന്റെ സ്റ്റാർട്ട് തന്നെ ഹറാമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് ഈ ചവിട്ടടികളെ കൊണ്ടുള്ള ഉദ്ദേശം. ഓരോ തെറ്റുകളും ഗ്രാജുവലായി ക്രമേണയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. ഒരു ചിന്തയാദ്യം, പിന്നെ ഒരു കാഴ്ച, പിന്നെ ഒരു സംഭാഷണം, ഒടുവിൽ ഒരു തെറ്റ് ചെയ്യുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തെറ്റ് ചെയ്യരുതെന്നല്ല, തെറ്റിലേക്കുള്ള കാൽപ്പാടുകളിലേക്ക് പോലും പോകരുത്. നിങ്ങൾ ആലോചിച്ചു, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം ഖുർആൻ പറഞ്ഞത് എന്താ? വലാ തഖ്റബു സിന, സിനയിലേക്ക് അടുക്കരുത്. അടുത്താൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അടുത്താൽ പിന്നെ ഓട്ടോമാറ്റിക്കാണ് ആ വലിയ പാപം സംഭവിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വമൻ യത്തബി ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ ആരെങ്കിലും പിന്തുടരുകയാണെങ്കിൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, മനസ്സിലാക്കണേ, പിശാച് കൽപ്പിക്കുന്നത് പക്കാത്തമ്മാടിത്തരം കൊണ്ടാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചില്ലേ, ഈ കാലത്ത് വരുന്ന അനിയന്ത്രിതമായ സ്പോർട്സ്, അനിയന്ത്രിതമായ ട്രിപ്പുകൾ. പലപ്പോഴും ട്രിപ്പ് ഇസ്ലാമിൽ തെറ്റാണോ? തെറ്റല്ല. പക്ഷെ പലപ്പോഴും അതെവിടേക്ക് എത്തിക്കുന്നു? ഹറാമിലേക്ക് എത്തിക്കുന്നു. വ്യായാമം നല്ലതല്ലേ? അലൈക്കും ബിന്നസ്ൽ. തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒന്നിങ്ങനെ ആഞ്ഞി ഇളകി നടക്കണം. അലൈക്കും ബിന്നസ്ൽ. തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യായാമം ഇസ്ലാമികമാണ്.
നല്ലോണം എക്സസൈസ് വേണം. ഹെൽത്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം, നല്ലതാണ്. നടന്നും ഇരുന്നും കളിച്ചുമാകാം, പക്ഷേ അനിയന്ത്രിതമാകുന്ന കളികൾ നാം അറിയാതെ പിശാചിന്റെ ചുവടുകളാണ്, കാൽപ്പാടുകളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കളി എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷെ അത് പലപ്പോഴും നിസ്കാരം ആകാൻ, പലപ്പോഴും മറ്റർത്ഥങ്ങളിലേക്കുള്ള അപരാധങ്ങളിലേക്കാകാൻ ഇടവരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നിഷിദ്ധമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിശാച് എങ്ങനെയാണ്? വളരെ ആസൂത്രിതമായിട്ട് വരിക. പിന്നെ ഫിലിമിന്റെ കാര്യം പറയല്ല. ഇന്ന് ഫിലിമൊക്കെ ഒരു സാഹിത്യത്തിൽ എണ്ണി, നമ്മൾ കഥ വായിക്കുന്നത് പോലെ, നമ്മൾ നോവല് വായിക്കുന്നത് പോലെ ഫിലിം അത് സാഹിത്യത്തിന്റെ മറ്റൊരു വേഷനാണ്. ഓക്കെ, ഫിലിമിലും പഠിക്കാനുണ്ടായിരിക്കും, പക്ഷേ പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമ്പോ തിരിച്ചറിയണേ. ഇബ്ലീസാണ് ഈ കൽപ്പന പറയുന്നത്. ഇത് നിങ്ങളെ തമ്മാടിത്തരത്തിലെത്തിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അല്ലാഹു ഒരു വാണിംഗ് തന്നെയാണ്. അല്ലാഹുവിന്റെ കാരുണ്യമെങ്ങാലും ഇല്ലായിരുന്നെങ്കിൽ, അല്ലേ, നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു അപരാധത്തിൽ പെട്ടുപോകുന്നുണ്ട്. ഖുതുവാത്ത് എന്നവിടെ ജംഅ പ്രയോഗിക്കാൻ തന്നെ കാരണം, ബഹുവചനം പ്രയോഗിക്കാൻ തന്നെ കാരണം, എനിക്ക് തോന്നുന്ന തെറ്റ് ചിലപ്പോ നിങ്ങൾക്ക് തെറ്റായി തോന്നില്ല, നിങ്ങൾ വലിയ തെറ്റായി തോന്നുന്നത് എനിക്കും തോന്നില്ല. പിശാച് ഓരോരുത്തരെയും മനസ്സിലാക്കി അവരവർക്ക് വേണ്ട വലിയ വലിയ തെറ്റുകളിൽ അകപ്പെടുത്തും. ചിലർക്കത് പരീക്ഷയാണ്, ചിലർക്കത് ലൈംഗിക അശുദ്ധിയായിരിക്കും, ചിലർക്കത് അനാവശ്യമായ യാത്രകളായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് നോക്കും, എന്താ അവര് ചെയ്യുന്നത്? അതേപോലെ അവിടുന്ന് അവരും കൂടി ചോദിക്കുന്നുണ്ട്, എന്താ അവര് ചെയ്യുന്നത്? വലിയ അധികാരികൾ നോക്കിയിട്ട് ചെറുപ്പക്കാരെ നോക്കിയിട്ട് പറയും, ചെറുപ്പക്കാരെ പിടുത്തപ്പോയല്ലോ, പിടുത്തത്തിൽ നിന്ന് കൈവിട്ടു പോയല്ലോ. അവരിങ്ങോട്ട് നോക്കിയിട്ട് പറയും, ഇവർക്കൊക്കെ എന്താ അധികാരത്തിനോട് ഇത്ര താല്പര്യം? അപ്പുറത്ത് ഉലമായിനെ ഇങ്ങോട്ടും വിലയിരുത്തും. ഇത് പിശാചിന്റെ ഒരു ടെക്നിക്കാണ്. ഓരോരുത്തർക്കും വേണ്ട വീക്ക്നെസ്സുകൾ നോക്കി അവൻ നമ്മളെ അപരാധത്തിൽ പെടുത്തും. അല്ലാഹുവിന്റെ കാരുണ്യമെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഒരാൾക്കും പരിശുദ്ധി കിട്ടില്ലായിരുന്നു. പിന്നെയോ അല്ലാഹു ഉദ്ദേശിച്ചവരെ അവൻ സംസ്കരിച്ചെടുക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ തസ്കിയത്തിൽ നമ്മൾ പെടണം. അങ്ങനെ പെട്ട ആളാണ് സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ റളിയല്ലാഹു അൻഹു. അവരും അവരുടെ ഒരു ഫ്രണ്ടും കൂടെ യാത്ര പോവുക, ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുക. പോയി കുറെ അങ്ങ് ദൂരത്തെത്തിയപ്പോൾ ഭക്ഷണം തീർന്നുപോയി. യാ അല്ലാഹ്, കൂട്ടത്തിൽ കൂട്ടുകാരൻ സുലൈമാൻ തങ്ങളുടെ കൂട്ടുകാരൻ ഭക്ഷണം തിരക്കിയിട്ട് കുറച്ച് ദൂരത്തേക്ക് പോയപ്പോ സുലൈമാൻ ഇബ്നു യസാർ തങ്ങളുടെ ചാരത്തേക്ക് ഒരു ചന്ദ്രസൂഖിയായ പെണ്ണ് വരികയാണ്. കാണാനേറെ ചന്തമുള്ള പെണ്ണ്. ആ പെണ്ണ് വന്നിട്ട് സുലൈമാൻ തങ്ങളോട് പറയാണ്, എന്റെ ആഗ്രഹമൊന്ന് പൂർത്തീകരിച്ചു തരണേ. സുലൈമാൻ തങ്ങൾ പറഞ്ഞു, വിശന്നിട്ട് ചോദിച്ചതായിരിക്കുമെന്ന് വിചാരിച്ച് തന്റെ അടുക്കലുള്ള കുറച്ച് ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു, അത് ആ പെണ്ണിന് കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഇതല്ല, ഒരു ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യ മോഹിക്കുന്നത് എന്താണോ അതൊന്നും എനിക്ക് നടത്തി തരണേ. ഒരു പെണ്ണ് വന്ന് ആവശ്യപ്പെടുമ്പോ സുലൈമാൻ തങ്ങളന്ന് കരഞ്ഞുപോയി, പൊട്ടി പൊട്ടി കരയാണ്. അല്ലാഹ്, ഇന്നെന്തിനാ നീ പരീക്ഷണത്തിൽ പെടുത്തിയത്? കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോ ആ പെണ്ണ് പേടിച്ചു പോയി. പെണ്ണ് അവിടെ നിന്ന് സ്ഥലം വിട്ടു. പക്ഷെ കരച്ചിൽ നിൽക്കുന്നില്ല. തന്റെ മുമ്പിൽ വന്ന ഈ പരീക്ഷണത്തിന്റെ വലുപ്പം ആലോചിച്ചിട്ട് സുലൈമാൻ തങ്ങൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരയാണ്. കൂട്ടുകാരൻ വന്നപ്പോ അത്ഭുതപ്പെട്ടു. പഠിച്ചോലെ, എന്റെ കൂട്ടുകാരനായ സുലൈമാൻ എന്തു പറ്റി? സുലൈമാൻ തങ്ങൾ ഇങ്ങനെ കരയുന്നു. സുലൈമാൻ തങ്ങൾ ആ വിഷയം മറച്ചു വെച്ച്, ഒന്നുമില്ല, ഞാൻ അങ്ങനെ വെറുതെ കരയാണ്. വീണ്ടും
കൊണ്ടും കുത്തി ചോദിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണ് വന്നു, ഇത്രയും വലിയ പരീക്ഷണം എനിക്ക് വന്നപ്പോ ഞാൻ അത് ആലോചിച്ച് കരഞ്ഞു പോയതാണ്. ഇത് കേട്ടപ്പോ കൂട്ടുകാരനും പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോ ഈ സുലൈമാൻ തങ്ങൾ ചോദിച്ചു, ഈ എന്തിനാ കരയുന്നത്? അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, ഈ രംഗമെങ്ങാൻ ആരാരുമില്ലാത്ത സമയത്ത് സ്ഥലത്ത് ഒരു സൗന്ദര്യമുള്ള പെണ്ണ് എന്റെ അടുക്കൽ വന്നാൽ എനിക്കെങ്ങനെ നിയന്ത്രിക്കാനാകുമോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. രണ്ടുപേരും കരയാണ്. ശക്തമായി കരഞ്ഞ് ഹജ്ജിനുള്ള യാത്ര തുടർന്നു. അങ്ങനെ പരിശുദ്ധമായ മക്കയിലെത്തി. രാത്രി അവർ കടന്നുറങ്ങുമ്പോ ഒരു പ്രവാചകൻ സ്വപ്നത്തിൽ വരികയാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ സ്വപ്നത്തിൽ വന്ന പ്രവാചകർ ആരായിരിക്കും? സെയിം ഒരു ഇവന്റ് വന്ന പ്രവാചകരുണ്ടല്ലോ, ആരായിരിക്കും? സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇന്നലെ സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്ത പണിയുണ്ടല്ലോ, ഇത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഒരു നിയന്ത്രണം, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, അപരാധങ്ങളുണ്ട്, പുതിയ പുതിയ സംവിധാനങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആ സമയത്ത് സുലൈമാൻ തങ്ങൾ കരഞ്ഞതുപോലെ കരയാൻ സാധിക്കണം. ഇതെന്തൊരു പരീക്ഷണമാണ്, ഇതെന്തൊരു വലിയ ബുദ്ധിമുട്ടാണ്. ആ കരച്ചിലുണ്ടല്ലോ, ആ കരഞ്ഞ കണ്ണ് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണ് നരകത്തിൽ കടക്കൂലാന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പ് സുലൈമാൻ തങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇവന്റ് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് ഇത് സർവ്വവ്യാപിയാണ്. എല്ലാവരും വിവിധങ്ങളായ പരീക്ഷണങ്ങളിൽ, പലിശ ഒരു ഭാഗത്ത്, വ്യഭിചാരം മറ്റൊരു ഭാഗത്ത്, ലഹരി ഉപയോഗം. ഇതാണ് ഒരു കുട്ടീനോട് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ഒരു 10ാം ക്ലാസ് +1 പഠിക്കുന്ന കുട്ടി, ഉസ്താദ് എന്റെ മുമ്പിൽ വന്നിട്ട് കഞ്ചാവിനെ കാണിച്ചിട്ട് കുട്ടികളെ കൊതിപ്പിക്കുകയാണ്. നിയന്ത്രണം കിട്ടാൻ ഉസ്താദ് ഒന്ന് കേട്ടോ. അള്ളാഹു അവർക്കൊക്കെ നിയന്ത്രണം കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ ഒരു ഭാഗത്ത്, പ്രായമുള്ളവർ ഒരു ഭാഗത്ത്, ചെറുപ്പക്കാര് മറ്റൊരു ഭാഗത്ത്. മൊബൈൽ ഫോൺ വന്നപ്പോഴോ എല്ലാം കയ്യിൽ നിന്ന് പോയതുപോലെ വേണ്ടത് സുലൈമാൻ ഇബ്നു യസാർ തങ്ങളുടെ ബോധമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിശാച് പലവിധ കാൽപ്പാടുകളുമായി നമ്മോട് വരും. ആ സമയത്ത് പൊട്ടിക്കരയാൻ സാധിക്കണം. അല്ലാഹ് ഇതിലൊന്നും ഇന്നപ്പെടുത്തരുതേ. അല്ലാഹു ഈമാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതിന് വേണ്ടത് ജാഗ്രതയാണ്. ശൈത്താനിലേക്ക് അടുക്കരുത് എന്നല്ല, ശൈത്താനെ പിൻപറ്റരുതെന്നല്ല പറഞ്ഞത്. പിന്നെയോ ശൈത്താന്റെ കാൽപ്പാടുകൾ പോലും, ശൈത്താൻ പോയ റൂട്ടിൽ പോലും പോകാൻ പാടില്ല. കാരണം നമ്മളെ ഹറാമിൽ പെടുത്തും. അല്ലാഹു കാക്കട്ടെ. ഒരൊറ്റായത്തും കൂടെ ചർച്ച ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يعتلي أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم. നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട ഒരായത്ത്, വളരെ ചിന്തിപ്പിക്കുന്ന ആയത്ത്. നമ്മുടെ കുടുംബ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ കനക സമാനമായ ആയത്ത്. അല്ലാഹു നമുക്ക് ഏറ്റെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വലായഖ്തലി, അതിന്റെ അർത്ഥവും പിന്നെ ആയത്തിറങ്ങാനുള്ള ഒരു സബബുൻ നുസൂൽ, ഒരു കോണ്ടെക്സ്റ്റ് അതും പറയാം. വലായഖ്തലി, സത്യം ചെയ്തു പോകരുത്. ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളിൽ നല്ല ഫദ്ലും നല്ല ശ്രേഷ്ഠതയുമുള്ള ആളുകൾ. അയ്യുഅതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. ഞാൻ അതിന്റെ ചെറിയ അർത്ഥങ്ങൾ മാത്രം പറയാം. പാവങ്ങൾക്ക്, കുടുംബക്കാർക്ക് ഇനി ഒന്നും കൊടുക്കൂല എന്ന് ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല. പിന്നെയോ വൽയഅഫു, എല്ലാവർക്കും പുറത്തു കൊടുക്കുക. വൽയസ്ഫഹു, വീണ്ടും പുറത്തു
പുറത്തെടുക്കുക. രണ്ടിനും അർത്ഥമാറ്റമുണ്ട്, നമുക്കത് വിശദീകരിക്കാം. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹ് നിങ്ങൾക്ക് പുറത്തരങ്ങളൊക്കെ ആഗ്രഹിക്കണില്ലേ? എന്നാൽ നിങ്ങൾ കുടുംബത്തിന് പുറത്തു കൊടുക്കുകയോ. അല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനാണ്. ഈ ആയത്തെപ്പോഴാണ് ഇറങ്ങിയത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് തങ്ങളുടെ മോളെ പേരെന്താണ്? സിദ്ദീഖ് തങ്ങളുടെ മോളെ പേര് സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിക്കെതിരെ വ്യഭിചാര ആരോപണം നടന്നല്ലോ. മുനാഫിഖീങ്ങൾ പറഞ്ഞപ്പോ കൊച്ചു കൊച്ചു മുസ്ലിങ്ങളും അത് വിശ്വസിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മിസ്തഹ്. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരായത്താണ്. മിസ്തഹ് അവര് ബദരിയാണ്, നല്ല സ്വഹാബിയൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞപ്പോ മൂപ്പരാൾ വിശ്വസിച്ചു, പറയാൻ തുടങ്ങി. മിസ്തഹാണെങ്കിലോ സിദ്ദീഖ് തങ്ങളുടെ മാതൃ സഹോദരിയുടെ മോനാണ്, എളാമ മുത്താപ്പയുടെ മോനാണ്. വളരെ പാവപ്പെട്ട ആള്, അനാഥനായിരുന്നു. സിദ്ദീഖ് തങ്ങൾ ഒരു ഉറുപ്പ്യ കൊടുത്തിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് ജീവിക്കാൻ പറ്റൂല. അത്രക്കും സിദ്ദീഖ് തങ്ങളെ ചെലവിലും മാത്രം കഴിഞ്ഞ മനുഷ്യനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. വലിയ സ്വഹാബിയൊക്കെയാണ്. പക്ഷെ മുനാഫിഖീങ്ങൾ പറഞ്ഞപ്പോ അതങ്ങ് വിശ്വസിച്ചു പറഞ്ഞു പോയി. സിദ്ദീഖ് തങ്ങളുടെ മനസ്സ് വേദനിച്ചു. സിദ്ദീഖ് തങ്ങൾക്ക് വിഷമമായി. ഞാൻ എന്നും ചെലവ് കൊടുക്കുന്നാൽ എന്റെ ചെലവിലാണ് മിസ്തഹ് കഴിയുന്നത്. എന്നിട്ട് എന്റെ പൊന്നുമോള് ആയിഷക്കെതിരെ മുനാഫിഖീങ്ങൾ ഒരു വിഷയം പറഞ്ഞപ്പോ അതിനെ മിസ്തഹ് സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഫഇന്നീ ലാ ഉൻഫിഖുഹു അബദാ. ഇനി ഞാൻ മിസ്തഹിനൊന്നും കൊടുക്കൂല. ഒരു നന്ദില്ലാത്ത ഇങ്ങനെയൊക്കെ നോക്കിയിട്ടില്ലേ നമ്മളൊക്കെ പറയണൊരു വർത്താനുള്ളത്. നമ്മൾ ആർക്കെങ്കിലും നെഹാ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടം വീട്ടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരു അപരാധം ചെയ്തതിന്റെ പേരിൽ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും പറയും. അതാരും പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സ് വിഷമിച്ചു പറഞ്ഞു പോയപ്പോ ആയത്തിറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കേണ്ടതാണ്. താനൊന്നും ചെലവിന് കൊടുത്തിരുന്ന ആൾ തന്റെ മോൾക്കെതിരെ ആരോപണത്തിൽ പങ്കെടുപ്പെട്ടപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇനി ഞാനൊന്നും കൊടുക്കൂല. അപ്പൊ ആയത്തിറങ്ങാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നല്ലവര് ഇങ്ങനൊന്നും സത്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനൊന്നും സത്യം ചെയ്യരുത്. ഒരു തെറ്റ് പറ്റിപ്പോയി അതിന്റെ പേരിൽ ഇനി ഒന്നും കൊടുക്കൂലാമോ? അങ്ങനെ സത്യം ചെയ്യരുത്. പിന്നെയോ പുറത്തു കൊടുക്കി. പുറത്തു കൊടുക്കട്ടെ. ഖുർആൻ പറയുന്നു നല്ലോണം പുറത്തു കൊടുക്കണേ. വലിയ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്തിനാ വലിയ പറഞ്ഞത്? ഈ പുറത്തു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്താൽ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് അത് പിന്നെ എടുത്തു പറയണം. ഞാൻ അനക്കന്ന് അങ്ങനെ ചെയ്തില്ല. ഖുർആൻ പറയാണ് പുറത്തു കൊടുക്കുക. പിന്നെ ആ പുറത്തു കൊടുത്തതിനെ മറക്കുമാണ്. ഞാൻ പുറത്തു കൊടുത്തല്ലോ എന്ന് ഓർമ്മ പോലും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾക്കൊരു 1 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് കൊടുത്തുക്കണല്ലോ, ആ ഓർമ്മ തന്നെ ഉണ്ടാവാൻ പാടില്ല. അത് വിട്ടേക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, പുറത്തു കൊടുക്കാനാകുന്നില്ലേ? നിങ്ങൾ വളർത്തിയവരാകും, നിങ്ങൾ പോറ്റിയവരാകും, നിങ്ങൾ അധ്വാനിച്ച് നോക്കിയവരാകും, നിങ്ങൾ കടം വീട്ടാൻ സഹായിച്ചിട്ടുണ്ടാകും, വീട് നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ടാകും, രോഗിയായപ്പോ ഫണ്ട് കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ടും നിങ്ങൾക്കെതിരെ വരുമ്പോ നിങ്ങളൊന്നും പ്രഖ്യാപിച്ചു പോകല്ലേ. കാരണം അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹ് നമുക്കൊക്കെ തന്നില്ലേ? അന്നം തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? ആയുസ് തന്നില്ലേ? വായു തന്നില്ലേ?
വെള്ളം തന്നില്ലേ, എല്ലാം റബ്ബ് ചെയ്തിട്ട് അല്ലാഹുവോട് നമ്മൾ എന്തൊക്കെ കാണിച്ചു പോയി. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹ് നിങ്ങൾക്ക് പുറത്തരണ്ടേ, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ നിങ്ങൾ ഉമ്മാക്ക് പുറത്തൊടുക്കി, ഉപ്പാക്ക് പുറത്തൊടുക്കി, കുടുംബത്തിന് പുറത്തൊടുക്കി, ഭാര്യക്ക്, മക്കൾക്ക്, അയൽവാസികൾക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുമ്പോ അങ്ങനെ പുറത്തു കൊടുക്കുക. അപ്പോ അല്ലാഹ് നമുക്ക് പുറത്തു. ഈ ആയത്തിനെ ഇറങ്ങിയപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ബല ബല അല്ലാഹ്, അതെ, നീ എനിക്ക് പുറത്തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ എല്ലാം പുറത്തു കൊടുക്കുന്നു. ആ പ്രഖ്യാപനം സിദ്ദീഖ് തങ്ങൾ അന്ന് നടത്തിയപ്പോഴാണ് അഫ്ദലുൽ ബശരി ബഅദൽ അൻബിയാ അബൂബക്കർ സിദ്ദീഖ് ആ തസ്തികയിലേക്ക് മാറുന്നത്. അമ്പിയാക്കൾക്ക് ശേഷം ദി ഫസ്റ്റ് പേഴ്സൺ, ഒന്നാമത്തെ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കി നോക്കി വളർത്തിയ കുട്ടി തനിക്കെതിരെ തിരിഞ്ഞപ്പോ, അള്ളാന്റെ ദീന് പൊറുക്കാൻ പറഞ്ഞപ്പോ, പല ഓക്കെ എനിക്കൊന്നും ആലോചിക്കാനില്ല, അള്ളാഹ് എനിക്ക് പൊറുത്തല്ലെന്ന് പറഞ്ഞ് പുറത്താണ്ട് കൊടുത്തപ്പോ ഉയർന്നു. ആ തസ്തിക എവിടെ എത്തി? ആ തസ്തിക അഫ്ളലുൽ ബശരി ബഅദൽ അൻബിയാ അല തഹഖീഖ്. അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസാണ്. അമ്പിയാക്കൾക്ക് ശേഷം ഒന്നാമൻ ആരാണെന്ന് ചോദിച്ചാൽ ഈമാൻ കാര്യം പോലെ വിശ്വസിക്കണം, അത് അബൂബക്കർ സിദ്ദീഖ്. എവിടെയാണ് ഈ ദറജ ഉയരാനുള്ള കാരണം? താൻ നോക്കിയാള് തനിക്കെതിരെ തിരിഞ്ഞിട്ടും അള്ളാന്റെ ദീന് പറഞ്ഞുകൊണ്ട് പുറത്തു കൊടുത്തു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് തങ്ങളുടെ മഹത്വം വിളിച്ചോടുന്ന വലിയ ഒരു ആയത്താണ്. ഇങ്ങനെ ഒരു ആയത്തൊന്നുമല്ല ഖുർആനിൽ എത്രത്തോളം ഖുർആന്റെ പ്രയോഗം രണ്ടിൽ ഒരാൾ മുഹമ്മദ് ആണെങ്കിൽ മറ്റൊന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ഒരുപാട് കവാടമുണ്ട്. അപ്പോ നിസ്കരിച്ചവർ ഒരു കവാടത്തിലൂടെ വിളിക്കപ്പെടും, നോമ്പെടുത്തവർ മറ്റൊരു കവാടത്തിലൂടെ, സദഖ കൊടുത്തവർ മറ്റൊരു കവാടത്തിലൂടെ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, ഇതെല്ലാം കൂടെ ചെയ്തവർ എങ്ങനെ വിളിക്കപ്പെടും? എല്ലാം ചെയ്തവർ എല്ലാ കവാടത്തിലൂടെയും വിളിക്കപ്പെടുമോ? വിശ്വഗുരു, വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ സിദ്ദീഖേ, എല്ലാം ചെയ്തവർ എല്ലാ കവാടത്തിലൂടെയും വിളിക്കപ്പെടും. അൻത ഫീഹിം, സിദ്ദീഖ്, നിങ്ങൾ അതിൽപ്പെട്ടവരെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സിദ്ദീഖ് തങ്ങളെ വലിയൊരു ക്വാളിറ്റിയായി മാറിയത് ഘട്ടത്തിൽ നിർണായകമായ വേളയിലും പുറത്തു കൊടുത്തു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സെന്ന് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകും സ്വാഇമാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നോമ്പുകാരനുണ്ടോ? അപ്പൊ ആരും കൈ പൊക്കണില്ല. അവസാനം ആര് പൊക്കി? സിദ്ദീഖ് തങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, മൻ സബിഅ മിൻകുമുൽ യൗമ അൽ ജനാസ, ഇന്ന് മയ്യത്തിനെ പിന്തുടർന്ന ആരെങ്കിലും ഉണ്ടോ? വലിയൊരു പുണ്യാണ്. ഇന്നിപ്പോ ആംബുലൻസ് സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മയ്യത്ത് കൊണ്ടുവരലൊക്കെ. പരമാവധി അതൊക്കെ ചുമന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തന്നെ കൊണ്ടുവരണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഇന്ന് ജനാസയെ അനുഗമിച്ച ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സിദ്ദീഖ് തങ്ങൾ കൈമുക്കി. പിന്നെ ചോദിച്ചു, മന്നാദാ മിൻകുമുൽ മരീള, ഇന്ന് രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും സിദ്ദീഖ് തങ്ങൾ കൈപൊക്കുന്നു. മന്നഅതഅമ മിൻകുമുൽ യൗമ മിസ്കീനാ, ഇന്ന് മിസ്കീമാക്ക് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മജ്തമഅന, ഈ കാര്യങ്ങളൊന്നും ഒരാളിലും ഒരുമിച്ച് കൂടിയിട്ടില്ല. ഇല്ലാ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടന്നിട്ടല്ലാതെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ
22-ാം ആയത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണപാഠം സിദ്ദീഖ് തങ്ങളെ പോലെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത? പുറത്തു കൊടുക്കന്നെ, വീണ്ടും വീണ്ടും മാപ്പ്, ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്, മറക്കുക, പൊറുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. സിദ്ദീഖ് തങ്ങൾക്ക് 2 മുഖം ഉണ്ടായിരുന്നു. സിദ്ദീഖ് തങ്ങൾ ആയതുകൊണ്ട് ഒരൽപ്പം പറയാണ്, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. സിദ്ദീഖ് തങ്ങൾ ഒരു ഭാഗത്ത് ഭയങ്കര കരച്ചില. എപ്പോഴും ഇന്ന് നമ്മൾ സുബീഖൊക്കെ ചൊല്ലിയ ബൈത്തുണ്ടല്ലോ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഗ്ല, ഇതൊക്കെ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ കരഞ്ഞു ചൊല്ലുന്ന ബൈത്താണ്. ഒരു ഭാഗത്ത് ഇടയ്ക്ക് ആയിഷ ബി പറയും, സുലേ എന്റെ വാപ്പാനങ്ങൾ ഇമാമത്ത് നിർത്തം കേട്ടോ, ലോല ഹൃദ്യനാണ്, ചിലപ്പോ കരഞ്ഞിട്ട് നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയില്ല, അത്രക്കും റഫീഖുൽ ഖൽബാണ്. എന്നാൽ അപ്പുറത്തോ അത് തന്റെ വ്യക്തി വിഷയങ്ങളിൽ ആദർശത്തിലേക്ക് വന്നാലോ മതവിഷയങ്ങളിലേക്ക് വന്നാലോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ആളുകൾ മുഴുവനും സക്കാത്ത് നിഷേധിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുണ്ടാകുമ്പോ ഒട്ടകം സക്കാത്ത് കൊടുക്കുമ്പോ അതിനോടുകൂടെ കയറും കൊടുത്തവർ ആ കയറ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അവർക്കെതിരെ പോരാടുമെന്ന് അബൂബക്കറിന് സിദ്ദീഖ്. എല്ലാ സ്വഹാബാക്കളും തകർന്നൊരു സമയം ഉണ്ടായിരുന്നു, മനസ്സ് പൊട്ടിയ സമയം. എന്താണെന്നറിയോ? എല്ലാ സഹാബാക്കളും മനസ്സ് പൊട്ടി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ നേരം എല്ലാവരും ആകെ ചിതറിപ്പോയി, മനസ്സ് പതറിപ്പോയി. എത്രത്തോളം ഗജവീരൻ, പുലിക്കുട്ടി എന്നൊക്കെ പറയുന്ന ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും സിംബലായിരുന്ന ഉമർ തങ്ങൾ പോലും പതറി. റസൂലുള്ളാഹി മരിച്ചിരുന്നോ? ഞാൻ സമ്മതിക്കില്ല, വാളെടുത്ത് ഞാൻ വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുമ്പോ അവിടെയും പതറാതെ നിന്ന ഒരു മഹാനുണ്ടെങ്കിൽ അബൂബക്കറിന്റെ സിദ്ദീഖ്. എന്താ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്? മൻ കാന യഅബുദുല്ലാഹ്, ആരാണ് അല്ലാഹനെ ആരാധിക്കുന്നത്, ഫഇന്നല്ലാഹ ഹയ്യുൻ, അല്ലാഹ് എന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ വമൻ കാന യഅബുദു മുഹമ്മദാ, ആരാണോ മുഹമ്മദിനെ ആരാധിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത, മുഹമ്മദ് മരിച്ചിരിക്കുന്നു. അല്ലാഹു നമുക്ക് ആ ചിന്തയും ആ തൗഫീഖും ആ ബോധവും പ്രദാനം ചെയ്യട്ടെ. സിദ്ദീഖ് തങ്ങൾ കണ്ടില്ലേ, വ്യക്തി വിഷയങ്ങളിൽ വരുമ്പോ പക്കാ റഖീഖ്, പാവപ്പെട്ടാണ്. മതവിഷയങ്ങളിൽ വരുമ്പോഴോ സ്ട്രോങ് നിലപാടുമായിരുന്നു. അല്ലാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഒന്നാമത്തെ പാഠം അത്. രണ്ടാമത്തത് പുറത്തു കൊടുക്കുക. ആ പുറത്തു കൊടുത്തതിനെ മറക്കും ചെയ്യും. അതാണ് ആ പ്രയോഗം. എത്ര മനോഹരമാണ്. വലാ തുബ്തിലൂ സ്വദഖാതികും, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കയെ ബാത്തിലാക്കരുതേ. ബിൽമന്ന്, എടുത്ത് പറഞ്ഞുകൊണ്ട്. ഉലമാ അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, അൽ അഫു അശദ്ദു മിനൽ അദാബ്. ചിലപ്പോ ശിക്ഷ കിട്ടണായിരിക്കും പുറത്ത് കിട്ടുന്നതിനെക്കാട്ടി നല്ലത്. ചിലര് നമുക്ക് പുറത്ത് തരുന്നതിനെക്കാട്ടി നല്ലത് അവരുടെ ശിക്ഷയങ്ങ് കിട്ടലാകും. കാരണം നമുക്ക് വല്ലതും പുറത്തരികയോ വല്ല സഹായം തരികയോ ചെയ്താൽ അത് എന്നും അങ്ങനെ എടുത്തു പറയും. അതിനെക്കാട്ടി നല്ലത് അന്നൊരു അടി തന്നങ്ങ് വിടലായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വലിയ അഴഫു, പൊറുക്കി. അത് മാത്രമല്ലല്ലോ ഖുർആൻ പറഞ്ഞത്, തൊട്ടുടനെ പറയാണ് വൽയസ്ഫഹു, ആ പുറത്തു കൊടുത്തത് നിങ്ങൾ മറക്കും ചെയ്യണട്ടോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വിശ്വാസി എപ്പോഴും ഓർക്കേണ്ട 2 കാര്യം, എപ്പോഴും ഓർക്കേണ്ടത്, ഒന്ന് അള്ളാനെയും ഒന്ന് മരണത്തെയും. അപ്പൊ നല്ല സന്തോഷമായിരിക്കും. അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ, അള്ളാനെ എപ്പോഴും ആലോചിക്കുന്ന ആൾക്ക് മരണം ഒരു സമ്മാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻസ, അവൻ മറന്നു കളയണം. എന്തിനെ? അൽ ഇഹ്സാന, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഓർക്കരുത്. വയൻസ, അതിനെ മറക്കണം. നമ്മളിലേക്ക് ആരെങ്കിലും ഒരു നോവിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വിഷയം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഓർക്കരുത്, അത് മറക്കും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 എപ്പോഴും ഓർക്കുക. ഒന്ന് അള്ളാനെയും
ഒന്ന് മരണത്തെയും ബാലൻസ് ആണ്. രണ്ടെണ്ണം മറക്കുക. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കുക, നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും മറക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് വളരെ പുണ്യമുള്ള ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്.